ഇസ്രായേൽ സിറിയ സമാധാന ധാരണകൾക്ക് വഴി തുറക്കുന്നു. സമാധാന ധാരണകളുടെ ഭാഗമായി അമേരിക്കൻ പ്രതിനിധി തോമസ് ബാരക് ബെഞ്ചമിൻ നെതന്യാഹുവുമായി കൂടിക്കാഴ്ച നടത്തി. സമാധാന ശ്രമങ്ങൾ തുടരുന്നതായി സിറിയൻ പ്രസിഡന്റ് അഹമ്മദ് അൽ-ഷാറയും സ്ഥിരീകരിച്ചു. 1974 ധാരണകൾക്കനുസരിച്ചായിരിക്കും സമാധാന നീക്കങ്ങളെന്നും സിറിയൻ താൽക്കാലിക പ്രസിഡന്റ് അറിയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുന്നുണ്ട്. ഐസൺ, എന്താണ് പുതിയ വിവരങ്ങൾ? വിഷ്ണു, ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് തോമസ് ബാരാക്ക് സിറിയയിലെത്തി തുടർ നടപടികൾ ഇസ്രായേലിലെത്തി തുടർ നടപടികളിലേക്ക് നീങ്ങുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. US പ്രതിനിധിയുടെ ഭാഗത്തു നിന്ന് നടപടി ഉണ്ടായിരിക്കുന്നത് തീർച്ചയായും ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത് ഇസ്രായേലും സിറിയയും തമ്മിൽ നിലനിൽക്കുന്ന തർക്കങ്ങൾ അവസാനിപ്പിക്കുന്നതിന്റെ ഭാഗമായുള്ള നീക്കമായാണ്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഇസ്രായേലിൽ നിന്നുള്ള ആക്രമണം ഇസ്രായേൽ സിറിയയെ ശക്തമായി ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ആക്രമണത്തിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ വെടിനിർത്തൽ ധാരണ അല്ലെങ്കിൽ ഒരു സമാധാന ധാരണ നീങ്ങുന്ന, അല്ലെങ്കിൽ ഒരു അതിർത്തികൾ തമ്മിൽ സമാധാനം തീർച്ചയായിട്ടും അതിർത്തികൾ തമ്മിലുള്ള നിർണയം നടത്തി ഒരു സമാധാന ധാരണയിലേക്ക് നീങ്ങുന്ന നീക്കങ്ങൾ നടക്കുന്നത്. 1970 യോം കിപ്പൂർ യുദ്ധത്തിന് ശേഷം 1974 ധാരണ പ്രകാരമായിരിക്കും അതിർത്തികളുടെ പുനർവിന്യാസം സാധ്യമാക്കുക എന്ന ഒരു നിലപാടാണ് സിറിയയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ചർച്ചകൾ തുടരുന്നതായി സിറിയൻ താൽക്കാലിക പ്രസിഡന്റ് അഹമ്മദ് അൽ-ഷാറ അറിയിച്ചിരുന്നു. ഇക്കഴിഞ്ഞ ദിവസം, അതായത് ഏതാണ്ട് ഒരു മാസം മുമ്പാണ് ശക്തമായ ഒരു ആക്രമണം ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് സിറിയയിൽ ഉണ്ടായത്. സിറിയയിൽ താൽക്കാലിക സർക്കാർ നിലനിൽക്കുകയും തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള നീക്കങ്ങളിലേക്ക് നടക്കുകയും ചെയ്യുമെന്ന് അമേരിക്കയുടെ ഭാഗത്തു നിന്ന് പോലും അമേരിക്കയ്ക്ക് പോലും ഉറപ്പ് നൽകിയ ഒരു സാഹചര്യത്തിലാണ് മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിന്റെ ഭാഗമായി തോമസ് ബാരാക്ക് ഇപ്പോൾ ഇസ്രായേലിലെത്തി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ സന്ദർശിച്ചത് എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. വിഷ്ണു, ഐസൺ, ഈ സമാധാന ചർച്ചകൾക്കിടയിലും ചില പ്രകോപനങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളൊരു കാര്യം കൂടി എടുത്തു പറയേണ്ടതാണ്. മുൻപും ഇത്തരത്തിലുള്ള സമാനമായ സാഹചര്യത്തിലൂടെ കടന്നുപോയപ്പോൾ സമാധാന ചർച്ചകൾക്കൊപ്പം തന്നെ ആ പ്രകോപനങ്ങൾ സൃഷ്ടിക്കുന്ന രീതിയിലേക്ക് ഇസ്രായേലും അല്ലെങ്കിൽ ഇറാനും ഒക്കെ മാറുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും അത് സംബന്ധിച്ച് എന്താണ് അറിയാൻ സാധിക്കുന്നത്? വിഷ്ണു, നിലവിൽ സിറിയയുമായുള്ള തർക്കങ്ങൾ അവസാനിപ്പിക്കുക, അതുപോലെ തന്നെ ലെബനനിലും സമാധാന ചർച്ചകൾ തുടരുക എന്ന നീക്കങ്ങളാണ് പുരോഗമിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. സിറിയയിലെ താൽക്കാലിക പ്രസിഡന്റ് ഇക്കാര്യത്തിന് അനുകൂല നിലപാട് സ്വീകരിച്ചു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്വാഭാവികമായും ഇറാന്റെ ഭാഗത്തു നിന്നൊക്കെയുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകുമെന്ന തിരിച്ചറിവും അതുപോലെ തന്നെ റഷ്യയുടെ ഭാഗത്തു നിന്നുള്ള പല നീക്കങ്ങൾ ഉണ്ടാകുമെന്ന സൂചനകളെല്ലാം തന്നെ വരുന്നുണ്ട്. എങ്കിൽ കൂടി നിലവിലെ സാഹചര്യത്തിൽ പുതിയ താൽക്കാലിക നിയന്ത്രണത്തിലുള്ള സർക്കാരിന്റെ നിയന്ത്രണത്തിൽ തുടരുന്ന സിറിയയിൽ ജനാധിപത്യം പുനഃസ്ഥാപിക്കുക എന്ന നീക്കങ്ങൾ ഭാഗമായാണ് അതിർത്തികൾ സംബന്ധിച്ചുള്ള ഒരു കൃത്യത ഉണ്ടാക്കുന്നതിനും ഇസ്രായേലും സിറിയയും തമ്മിലുള്ള തർക്കം, പ്രത്യേകിച്ച് ഗോലാൻ മേഖലയിലൊക്കെയുള്ള തർക്കങ്ങൾ പൂർണ്ണമായും ഇല്ലാതാക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് ചർച്ചകൾ വലിയ നിലയിൽ മുന്നോട്ട് പോകുന്നു. US നയതന്ത്ര പ്രതിനിധി നേരിട്ട് വിഷയത്തിൽ ഇടപെടുന്നതിനായി ഇസ്രായേൽ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു. ഇസ്രായേൽ പ്രധാനമന്ത്രിയുമായും വിദേശകാര്യമന്ത്രിയുമായും ഒക്കെ തന്നെ അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഹക്കബിയുടെ ഭാഗത്തു നിന്നും, അതായത് ഇസ്രായേലിലെ അമേരിക്കയുടെ നയതന്ത്ര പ്രതിനിധിയുടെ ഭാഗത്തു നിന്നും ചില ഇടപെടലുകൾ ഉണ്ടാകുന്നുണ്ട് എന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ഇസ്രായേൽ സിറിയ തർക്കം അല്ലെങ്കിൽ ആക്രമണത്തിലേക്ക് പലതവണ എത്തിയ സാഹചര്യം ഒഴിവാക്കുന്നതിനുള്ള നടപടികൾ കർശനമായി സ്വീകരിക്കുക എന്ന നീക്കം തന്നെയാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അത്തരം നീക്കങ്ങളുടെ ഭാഗമായി ഇപ്പോൾ നിലവിലുള്ള വിഷയങ്ങൾ കാര്യമായി അഭിസംബോധന ചെയ്യുന്നതിന്റെ ഭാഗമായി കൂടിയാണ് ഇപ്പോൾ ബാരാക്ക് അവിടെ എത്തുകയും തുടർ നടപടികളിലേക്ക് നീങ്ങുകയും ചെയ്തിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നിലവിൽ ഇപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് സിറിയയും ഇസ്രായേലും തമ്മിലുള്ള പ്രശ്നങ്ങൾ 1974 ധാരണ പ്രകാരം യോം കിപ്പൂർ യുദ്ധത്തിന് ശേഷമുണ്ടായ ഈ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഒരു അതിർത്തി ധാരണയുണ്ട്. ആ അതിർത്തി ധാരണ പ്രകാരം നിർണയിക്കപ്പെട്ട അതിർത്തികൾ അത്തരത്തിൽ തന്നെ തുടരുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുക എന്നതാണ് അന്തിമമായ തീരുമാനം ഇക്കാര്യത്തിൽ ഉണ്ടാവുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിഷ്ണു, ശരി, ഐസൺ ജോസാണ് വിവരങ്ങൾ നൽകിയത്.